അപ്പം നാളെ 8:30-9 കൂടി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരും. അതിൻ്റെ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് നമുക്ക് കിട്ടു തന്നു. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ നിന്നൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കൊടുക്കും ഇവിടെ എത്താൻ. അപ്പോൾ 2 മണിക്കൂർ കൂടിയെങ്കിലും ഇവിടെ എത്തും നമ്മൾ എത്തിയിരിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ ബോഡി നമ്മൾ അവിടെ നിന്നെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി പൊതുദർശനത്തിന് വെക്കുമ്പോൾ ഒരു 10 മണിക്കൂർ കൂടിയെങ്കിലും അവിടെ നിന്നെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയതിന് ശേഷം നമുക്ക് ഏകദേശം ഇവിടെ ഒരു 12 മണിക്കൂർ കൂടിയെങ്കിലും കുഞ്ഞിനെ ഇവിടെ എത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 4 മണി എന്നുള്ളൊരു ടൈം വെക്കുന്നു. 4 എന്നുള്ളത് 5 മണിക്കുള്ളിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുവാൻ ആണിപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛന് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്നോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. 5 മണിയോട് കൂടിയാണ് സംസ്കാരം. 4 മണി എന്താണെന്നുള്ളത് 5 മണിക്കപ്പുറം 4 മണി നമ്മൾ വെച്ചേക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കും. 5 മണിക്കുള്ളിൽ കൊണ്ടുവരുന്നത് നമ്മൾ സ്കൂളിൽ വെച്ചതിന് ശേഷം സ്കൂളിൽ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ നിന്ന് ഒരു 10 മണിക്ക് കൂടി എടുക്കും. സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം നമ്മൾ വീട്ടിലെത്തുമ്പോൾ 12 മണി കൂടി എത്തിക്കാൻ പ്രതീക്ഷിക്കും. വീട്ടുവളപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടുവളപ്പിലല്ല എല്ലാ കാര്യങ്ങളും 8:30-8:30 എത്തും. നമ്മൾ എട്ടപ്പാടത്തെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം 9 അപ്പം നമ്മൾ സ്കൂളിൽ നമ്മൾ ദർശനത്തിന് ശേഷം ഇവിടെ കൊണ്ടുപോകും. പൊതുദർശനം ഇവിടെ കൊണ്ട് ഒരു 12 മണി കൂടി എന്തായാലും ഇവിടെ വീട്ടിലെത്തും. ഈ പറഞ്ഞ പോലെ തേവലക്കര സ്കൂളിൽ മാത്രമല്ല അത്രേ ഉള്ളൂ.